ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ പത്രമാറ്റ്. ആ പത്രമാറ്റ് എന്ന ആ സൂപ്പർ ഹിറ്റ് സീരിയലിലെ സൂപ്പർ ഹിറ്റ് ക്യാരക്ടറായ അനി എന്ന അനിരുദ്ധിനെ അവതരിപ്പിക്കുന്ന വിഷ്ണു ബാലകൃഷ്ണനെ മലയാളികൾക്കെല്ലാം സുപരിചിതനാണ്. വിഷ്ണു ബാലകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അദ്ദേഹം ഈയിടെ സഹനിർമ്മാതാവായ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. സ്വാഗതം. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ചിലപ്പോൾ പേര് അറിയണമെന്നില്ല. കാരണം പത്രമാറ്റെന്ന സീരിയലിലെ താങ്കളുടെ കഥാപാത്രം അത്രയ്ക്കും സുപരിചിതമാണ്. അനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അനിയുടെ തിരക്കുകൾക്കിടയിൽ, സീരിയലിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്കറിയാം തിരുവനന്തപുരത്താണ് ലൊക്കേഷനൊക്കെ വരുന്നത്. വീട് നിൽക്കുന്നത് ഷൊർണൂരാണ്. ഷൊർണൂരിൽ നിന്നും ഒറ്റപ്പാലം ആ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രകളും ഷൂട്ടിങ്ങിന്റെ തിരക്കിട്ട ഷെഡ്യൂളുകളും, ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനേക്കാൾ ദുർഘടമാണ് സീരിയലിൻ്റെ ഷൂട്ടിങ്. കാരണം ലൊക്കേഷൻ ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റുകൾ ഇങ്ങനെ പലപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന ആ ഒരു സിനിമ, ഒരു ആന്തോളജി മൂവിയാണ്, വളരെ വ്യത്യസ്തമായൊരു പ്രമേയമാണ്. അതിൽ അഭിനയിക്കാൻ ഒരു ചെറിയ വേഷത്തിലൊക്കെ വന്നു പോകുന്നുണ്ട്, ഒരു മിന്നായം പോലെയൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നിർമ്മാതാവാകുക, ഒപ്പമുള്ള കൂട്ടുകാരുടെ ഒരു സൗഹൃദത്തിനോട് ഒപ്പം ചേർന്ന് നിൽക്കുക, അങ്ങനെ ഒരു തോട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സിനിമ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്. അതിനോടുള്ള ഒരു ഇഷ്ടം, ആ ഒരു പാഷൻ. നമ്മൾ ഷോർട്ട് ഫിലിംസും ആൽബം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഫിലിമിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയൊരു ഫിലിം ക്രൂവിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് ഞാൻ കുറച്ച് മുന്നേ മനസ്സിലാക്കി. ഒരു സമയത്ത് ഞാൻ ശനി ഞായർ ദിവസങ്ങളിൽ സ്ഥിരം ഞാൻ എറണാകുളത്ത് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുറച്ച് സിനിമകളുണ്ടെങ്കിൽ അതെല്ലാം ഓഡീഷൻ ത്രൂ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഈ ഓഡീഷൻസ് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ നമ്മുടെ ഒരു ടൈമിലത്തെ പരിപാടി. അപ്പോൾ അവിടെ ചെന്നിട്ടും പക്ഷെ പല പടങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ജൂനിയേഴ്സ് ആവില്ല, അതിനേക്കാൾ ഒരു പടി മുകളിലാണെങ്കിൽ പോലും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് മാറ്റി നിർത്തുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമ്മളായിട്ടൊരു ടീം ഫോം ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്കങ്ങനെ ഓൾറെഡി ഒരു ടീം ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ മുതൽ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫിൻ്റെ ക്രൂ ആണെങ്കിലും അതിലത്തെ എല്ലാവരുമായിട്ടും നമ്മൾ പരിചയപ്പെട്ടപ്പോൾ മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണ്ടേ, അല്ലെങ്കിൽ സിനിമ ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഇത്. അപ്പോൾ പിന്നെ അങ്ങനെ അതിൽ നിന്നും എത്തിയതാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചു ഈ ഒരു സിനിമയിലേക്ക് ഒന്ന് ചെയ്താൽ പോരായിരുന്നു എന്ന്. അതിൻ്റെയും ഒരു റീസൺ ഇത് തന്നെയാണ്. കാരണം നമുക്ക് അത്രമാത്രം ഞങ്ങളുടെ കയ്യിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാ ടെക്നീഷ്യൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ നമുക്ക് പരിഗണിക്കും വേണം. പരിഗണിക്കുന്നതിലുപരി പരിഗണിക്കുക എന്നുള്ള വാക്കുപോലും സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം അത്രയും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ മുൻനിരയിലേക്ക് എത്തുന്ന തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മുൻനിരയിലേക്ക് എത്തിക്കാൻ നമ്മളിലൂടെ സാധിക്കുന്ന അതെ പിന്നെ തീർച്ചയായും കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് നമ്മുടെ അതിൽ ഓരോ ഫിലിംസിലും ചെയ്തിരിക്കുന്നതും അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഓരോ വേൽ എന്ന് പറയുന്ന നമ്മുടെ തമിഴ് ഇതിൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു മലയാളികൾ തമിഴ് സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു മലയാളിയെ പിടിക്കും, ആ ലുക്ക് ചേഞ്ച് വരുത്തും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഡയലോഗിലോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിലോ നമ്മൾ കൂടുതലൊരു ഇത് കൊടുക്കുന്നില്ല എന്നല്ല, ബട്ട് നമ്മളങ്ങനെ കാണുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആലോചിക്കുമ്പോൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യും. അപ്പം നമ്മുടെ ഡയറക്ടർ അതിൽ റഷീദ് ഏട്ടനായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരിക്കലും അതിൽ ആ കാര്യത്തിലും നമുക്കൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ തന്നെയായിരുന്നു നമ്മുടെ ആ ആർട്ടിസ്റ്റുകളെല്ലാം തമിഴ് ബേസ്ഡ് തന്നെയായിരുന്നു. അതിൽ 4 മെയിൻ ലീഡ് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളും അവർ തമിഴ് ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അവരത് ചെയ്തിട്ട് പോയി. അങ്ങനെ ഓരോ ഡയറക്ടേഴ്സിന് ജംഷീറിനെ ആണെങ്കിലും അവൻ്റെ കഥാപാത്രങ്ങൾക്ക് എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നടരാജേട്ടനാണെങ്കിലും കറക്റ്റ് ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു. മെയിൻ അതന്നെയാണ്, നമ്മൾ അതിൻ്റെ കൂടെ നിന്നു എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിലെ കോ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള മറ്റ് പ്രൊഡ്യൂസർ അദ്ദേഹം ക്യാമറമാനാണ്, ഷിഹാബ് ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഇപ്പോൾ പുതിയ ഒരു ഡോക്യുമെൻ്ററിക്ക് വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അത് നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു വള്ളുവനാടൻ യൂണിവേഴ്സിൽ എപ്പോഴും ഉള്ള ഒരാളാണ്. പല സിനിമകളും പല ചലച്ചിത്ര സംരംഭങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ആൽബങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ടീമിലെ ഒരു സംവിധായകനുണ്ടെങ്കിൽ ആ സംവിധായകന്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ തന്നെ കോ പ്രൊഡ്യൂസറായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിൽ കിട്ടുന്നു. ഷിഹാബ് ഓങ്ങല്ലൂരും വിഷ്ണുവും കൂടിയിട്ട് ഇതിന്റെ നിർമ്മാണ സംരംഭം ഏറ്റെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ 4 സിനിമകളാണ്. ഇപ്പോൾ ഒരു ആന്തോളജി മൂവി മലയാളികൾക്ക് സുപരിചിതമാണ്. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ചിത്രമേള എന്നുള്ളൊരു സിനിമയിലൂടെയാണ് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൂടെ മലയാള സിനിമ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു കാലത്ത് പോലും അങ്ങനെ ഒരു തോട്ട് മലയാളിയുടെ ഉള്ളിലുണ്ടായിരുന്നു.
പിന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരള കഫേ എന്നുള്ള മൂവിയിലൂടെയാണ് ഇത് കുറച്ചും കൂടി ആൾക്കാർക്ക് പരിചിതമായത്. ഈ 4 സിനിമകൾക്കും 4 സിനിമകളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉള്ളപ്പോൾ തന്നെ ഈ 4 സിനിമകളെയും ബന്ധിപ്പിക്കുന്ന ജീവിതം, ലൈഫ് എന്നുള്ളൊരു കോമൺ കണക്ഷൻ ഇതിനകത്തുണ്ട്. ഏത് ജീവിത പരിസരങ്ങളിലായാലും മലയാളിയാണെങ്കിലും ഒരു സിനിമ നമ്മൾ തമിഴ് കഥാപശ്ചാത്തലത്തിലാണ്, അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് അതിലെ നായകനും അതിലല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രവും ഒക്കെ. പക്ഷേ ഭാഷയ്ക്കും വേഷത്തിനും ഒക്കെ അപ്പുറം മനുഷ്യന്റെ ജീവിതം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണെന്നുള്ളൊരു വലിയ സന്ദേശം കൂടി ഈ സിനിമകളിലേക്ക് ഒരു പൊതുവികാരമാണ്. അപ്പൊ ഇതിലെ ആദ്യത്തെ സിനിമ കളവ് എന്ന് പറഞ്ഞ സിനിമ, കളവ് എന്നുള്ള സിനിമയിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു കണ്ടക്ടർ ജോലി ചെയ്യുന്ന ആളെ പോലെയാണ് ആ സിനിമയിൽ. ആ കുറച്ച് സീനുകൾ, പക്ഷെ അത് കൃത്യമായിട്ട് രജിസ്റ്റർ ആവും. ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഷിഹാബ് ഓങ്ങല്ലൂർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതായത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഷിഫ്റ്റുകളാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ 4 സിനിമകളിലും ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ഉള്ളത് കളവിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രൊഡ്യൂസർ ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഈ ലൊക്കേഷൻ ഷിഫ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നോക്കും. ചെറിയ ലൊക്കേഷൻ ആണെങ്കിലും ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ആർട്ടിസ്റ്റ് അങ്ങോട്ട് വന്ന്, അതും ഒരുപാട് ക്രൗഡായിട്ടുള്ള, ഇപ്പോൾ ഒരു ബസ്സിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നു, ബസ് സ്റ്റാൻഡിൽ ഷൂട്ട് ചെയ്യുന്നു, കുറേയധികം മനുഷ്യരെ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് ഇടങ്ങളിലൂടെയൊക്കെ ഇത് കടന്നു പോകുന്നുണ്ട്. 2 ആർട്ടിസ്റ്റുകളാണ് അതിൽ, 2-3 ആർട്ടിസ്റ്റുകളാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. പക്ഷേ ഈ കേന്ദ്ര കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു കളവ് എന്ന് പറഞ്ഞ ഒരു കഥയിലേക്കും അതിലെ കാസ്റ്റിങ്ങിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്? കാസ്റ്റിങ്ങിന് അബു വളയങ്കുളായിരുന്നു അതിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അബു വളയങ്കുളം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. കാരണം കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും സുഡാനി ഫ്രം നൈജീരിയ ആണെങ്കിലും എനിക്ക് തോന്നുന്നു മലബാർ ബെൽറ്റിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലെയും കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ സഹായം കിട്ടിയിട്ടുണ്ട് ായിരിക്കും. എങ്കിലും ഈ കളവാണെങ്കിലും മറ്റ് സിനിമകളാണെങ്കിലും കാസ്റ്റിങ്ങും ലൊക്കേഷനും അതുപോലെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ടീം വർക്കും കൂടി ആകുമ്പോൾ എല്ലാത്തിലും ചെറിയ രീതിയിലൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവും, വിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എങ്ങനെയാണ് അതിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നത്? 4 കഥകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഒബ്വിയസ്ലി അത് പറയുന്നുണ്ട്. കളവിൻ്റെ ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു തമാശ സംഭവമാണെങ്കിലും ആ സമയത്ത് നമ്മൾ അതിലത്തെ മെയിൻ സുനിലേട്ടൻ ചെയ്തിരുന്ന ക്യാരക്ടറിന് വിനോദേട്ടനെയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയ്യപ്പനും കൗശിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വിനോദേട്ടൻ. വിനോദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ അടുത്ത് നമ്മളെ പൃഥ്വിരാജിന്റെ പുതിയ മൂവി വിലായത്ത് ബുദ്ധയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി വേറെ ആൾ ഡബ് ചെയ്തിരുന്നു. പക്ഷെ നല്ല കിടിലൻ ആർട്ടിസ്റ്റ്, അടിപൊളി ആർട്ടിസ്റ്റ്. നമ്മളുടെ ഒരുപാട് ഷോർട്ട് ഫിലിംസിലും ഒക്കെ സഹകരിച്ചിട്ടുള്ള ഒരു ആളും കൂടി വിനോദേട്ടൻ. അപ്പോൾ വിനോദേട്ടനായിരുന്നു ആദ്യം നമ്മൾ ഇതായത്. വിനോദേട്ടൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു, എല്ലാം ഓക്കെ. നെക്സ്റ്റ് ഡേ കാലത്ത് നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ മോഷ്ടിക്കുന്ന ആള്. അപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ തലേദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം വിളിച്ച വിനോദേട്ടനെ കിട്ടുന്നില്ല. നമ്മളുടെ മാക്സിമം നമ്മൾ ഏതൊക്കെ രീതിയിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ആകെ പെട്ടുപോയി. ബാക്കി ഈ പറയുന്ന ബസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പുറത്ത് സെറ്റ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് ഡേ ഷൂട്ടാണെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. കിട്ടുന്നില്ല. അതും മെയിൻലി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ആളെ കിട്ടുന്നില്ല. അപ്പം പിന്നെ നമ്മൾ ആകെ പെട്ടുപോയി. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി സുനിലേട്ടൻ എന്ന് പറയുന്നതും കുറച്ചും കൂടെയൊക്കെ, അപ്പോൾ കാതലൊക്കെ ചെയ്തിട്ട് സുനിലേട്ടൻ കുറച്ചും കൂടെയൊക്കെ ഒരു ഇതായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് സുനിലേട്ടനിലേക്ക് എത്താനും ഇപ്പോൾ ചെറിയൊരു ആന്തോളജി ഫിലിമാണ്. അപ്പോൾ അത് എത്രത്തോളം പുള്ളിക്ക് അത് ഓക്കെ ആവുമെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ അവിടെയും സുനിലേട്ടൻ നമ്മൾ ഞെട്ടിച്ചു. എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരത്തിന് ശേഷമാണ് സുനിലേട്ടനെ വിളിക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ക്യാരക്ടറാണ്, ചേട്ടൻ ചെയ്താൽ നന്നാവും, ചേട്ടനൊന്ന് വരാൻ കഴിയുമോ? അപ്പോൾ പുള്ളി ഓൾറെഡി ഒരു ഷൂട്ട് കഴിഞ്ഞ് അപ്പം അങ്ങോട്ട് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ, കോഴിക്കോട്. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നാൽ ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി നൈറ്റ് അവിടെ നിന്ന് കയറി വണ്ടിയിൽ ഇവിടെ പുലർച്ചെ കണ്ടാണ് നമ്മുടെ എത്തിയത്. എന്നിട്ടാണ് നമ്മൾ കാലത്ത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഈ പറഞ്ഞ കുഞ്ഞ് ക്യാരക്ടറും നമ്മൾ വേറൊരാളെയായിരുന്നു. ആ ടൈമിൽ അതും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പ്രൊഡക്ഷൻ്റെ പിന്നാലെ ഓടുന്നതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെയാണ്. ഈ ചായ കൊടുപ്പ് മുതൽ എല്ലാ പരിപാടിയും നമ്മൾ തന്നെയാണ്. ടൈറ്റിൽ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ആ ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു വിപണന സാധ്യത നോക്കുമ്പോൾ വിഷ്ണുവിന്റെ ഒരു താരമൂല്യൊക്കെ അതിൽ ചെറുതായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയുന്ന ഒരാൾ ആർട്ടിസ്റ്റ് വരുമ്പോഴാണല്ലോ ഇതിന്റെ, നമ്മൾക്കിപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ മനോരമ മാക്സ് ആണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയാണെങ്കിലും ചില സമയത്തൊക്കെ അത് പ്രയോജനപ്പെടും. ഇങ്ങനെ ഒരു ചെറിയ റോളാണെങ്കിലും കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും. അതെ അതെ, ആ സമയത്ത് അതൊന്നും മൈൻഡിലുണ്ടായിരുന്നില്ല. നമുക്കത് എങ്ങനെയെങ്കിലും, കാരണം നമ്മൾ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നെ അന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്കത് ഷൂട്ട് തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ തലയിൽ. വേറെ ഒന്നും നമ്മുടെ തലയിലില്ല. പ്രത്യേകിച്ച് നമുക്ക് ആ ബസ്സിലത്തെ സീക്വൻസ് നമുക്ക് ആ ഒരു വൺ ഡേ കൊണ്ട് തീർത്തേ പറ്റൂ. കാരണം നമ്മൾ ആ ബസ്സിന്റെ റെന്റും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ അത് മാത്രമേ തലയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആര് കണ്ടക്ടറില്ലേ, വേണ്ട ഞാൻ ചെയ്യാൻ വാ, അങ്ങനെയായിരുന്നു പരിപാടി. ആ ഒരു മൊമെന്റിൽ എത്തി ഞങ്ങൾ. കാരണം ഓൾറെഡി ഇപ്പം നമ്മളിങ്ങനെ വിനോദേട്ടൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിച്ച് അതൊന്നൊക്കെ ഓക്കെ നിൽക്കുമ്പോഴാണ് കാലത്ത് കണ്ടക്ടറിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ഓക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ തയ്യാറാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ. അത് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പം നമ്മുടെ ഇതിലുണ്ടായിരുന്നു. ആ സിനിമയിൽ തന്നെ ഇപ്പൊ കളവ് മുതൽ നഷ്ടപ്പെടുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അയാളുടെ വേദന, അയാള് എത്ര തന്നെ മടുപ്പിക്കുന്ന രീതിയിൽ പ്രേക്ഷകന് പോലും ആ പൈസ പോട്ടെ എന്ന് വിചാരിച്ചൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അയാൾക്കത് നഷ്ടപ്പെടുത്താൻ അയാൾക്ക് പറ്റില്ല. കാരണം അയാളുടെ ജീവിതമാണ്, അയാളുടെ ചോരയാണ്, അയാളുടെ വിയർപ്പാണ്. അപ്പൊ ആ പണം അയാളുടെ വലിയൊരു സ്വപ്നത്തിന്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. പിറ്റേ ദിവസം അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മകളുടെ ഒരു വിവാഹമുണ്ട്. അതിനിടയിൽ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ആ ഫോൺ ആൾ എടുക്കുന്നില്ല. തിരിച്ചെന്ത് മറുപടി പറയുന്ന ആൾക്ക് അറിയാത്തതുകൊണ്ട് കൂടിയാണ്. ആ അച്ഛനെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് ആ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒന്ന് ചിരിക്കുന്ന ഒരു സീൻ തന്നെ അവസാനമാണ് വരുന്നത്. അത്രയും നേരം അയാളുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പേര് ദാസേട്ടൻ. അപ്പൊ അദ്ദേഹം പട എന്ന് പറഞ്ഞ സിനിമ കുഞ്ചാക്കോബനും ദിലീഷ് പോത്തൻ വിനായകനൊക്കെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂവിയായിരുന്നു. ഒരു കളക്ടറേറ്റിൽ 4 പേര് കൂടി ഒരു കളക്ടറെ ബന്ദിയാക്കുന്ന സീനുകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം വ്യത്യസ്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു. ഇനിയിപ്പോ ദിലീപിന്റെ പുതിയ മൂവിയിലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ബബ്ബയിലൊക്കെ ഉണ്ട്. അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റ്. അദ്ദേഹം ഈ സിനിമയിലും ഈ അച്ഛനായിട്ട് വളരെ മനോഹരമായിട്ട് ആ നിമിഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ ക്യാരക്ടർ ലാസ്റ്റ് മിനിറ്റ് വന്ന് ചെയ്തതാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ദാസേട്ടന്റെ ഇത് നമ്മുടെ മൈൻഡിൽ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ നമ്മളുടെ മൈൻഡിലുള്ളൊരു ഇത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഏതൊരു ആർട്ടിസ്റ്റിനെയും നമ്മളുടെ ഭാഗത്ത് നമ്മൾ കൊടുത്താലും നമ്മളത് അബുക്കയോട് ചോദിക്കും, അബുക്ക നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അബുക്കയ്ക്ക് കൃത്യമായിട്ട് കഥകൾ അറിയാം. നമ്മൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 നമ്മുടെ ഒരു ഡിസ്കഷന് ശേഷം ഞങ്ങൾ ആദ്യം ചെന്ന് കാണുന്ന അബുക്കേനെ തന്നെയാണ്. അബുക്കയുടെ വീട്ടിൽ ചെന്നിട്ട് പോയി കണ്ടിട്ടാണ് നമ്മൾ ഈ കഥകൾ എല്ലാം പറയുന്നത്, 4 കഥകളും. അപ്പം തന്നെ അബുക്കാക്ക് ഓരോ കഥയിലത്തെയും ഓരോ ക്യാരക്ടേഴ്സിനെയും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഓക്കേടാ അത് ഓക്കെയാണ്, ദാസേട്ടൻ ചെയ്താൽ അത് ഗംഭീരാവും അല്ലെങ്കിൽ നന്നാവും എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ദാസേട്ടൻ ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള ആൾ തന്നെയായിരുന്നു. ആദ്യ സിനിമ കളവ് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സബ്ജക്റ്റും ഒരു മേക്കിംഗ് ഒക്കെ ആയിരുന്നു. രണ്ടാമത്തെ സിനിമ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും ഇതിന്റെ ഒരു ലൊക്കേഷൻ ഷിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. പാമ്പും കയറും എന്നുള്ള സിനിമ, അത് അതിന്റെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ആരും എടുക്കാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം ഇത് ഏത് രീതിയിലാണ് ഇതിന്റെ പ്രേക്ഷകർ എടുക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം മലയാളിയുടെ ഒരു ലൈംഗിക സദാചാര ചിന്തകളും അതുപോലെയുള്ള കാര്യങ്ങൾക്കും നേരെ പിടിച്ച ഒരു കണ്ണാടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റിൽ അഭിനയിക്കാൻ ആർട്ടിസ്റ്റിനെ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഒരു കാസ്റ്റിങ്ങിന്റെ കാര്യമാണെങ്കിലും ഭയങ്കര ചലഞ്ചിങ് ആണ്. പിന്നെ ലൊക്കേഷൻ ഷിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും 2 സ്ഥലങ്ങളേ ഉള്ളൂ നമുക്കാകെ. ഒന്ന് അവരുടെ നായകന്റെയും നായികയുടെയും വീട്, പിന്നെ ഉള്ളത് അവർ മദ്യപിക്കുന്ന ഒരു കടമുറി. ഈ 2 സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ ആർട്ടിസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ നിയാസ് ബക്കർ എന്നുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം പല രീതിയിൽ തിരക്കുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ക്യാരക്ടർ അഭിനയിക്കുമ്പോഴാണ് ആ സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുക. ചിലപ്പോൾ അദ്ദേഹത്തെക്കാളും നന്നായി അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇദ്ദേഹം ഈ ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ അദ്ദേഹം കുറെ കൂടി തിരിച്ചറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്തരം സബ്ജക്റ്റിൽ അഭിനയിക്കുമ്പോഴായിരിക്കും ആ സബ്ജക്റ്റിന്റെ പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചൊരു സിനിമ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീജ അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. ശ്രീ ചേച്ചിയുടെ കാസ്റ്റിംഗ് ഈ പറഞ്ഞ പോലെ അബുക്ക തന്നെയായിരുന്നു. അബുക്ക അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ശ്രീ ചേച്ചിയുടെ കാര്യം ആക്ഷൻ ഹീറോ ബിജുലൊക്കെയാണ് ശ്രീ ചേച്ചിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു നമ്മുടെ മൈൻഡിൽ. പക്ഷെ പുള്ളിക്കാരി അങ്ങനെയല്ല, പുള്ളി വേറൊരു ഭയങ്കര മോഡേൺ ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നത് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക്, ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യയായിട്ട് പെട്ടെന്നായിരുന്നു അവരുടെയൊക്കെ സ്വിച്ചിങ്. അവരൊന്നും വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അവരൊക്കെ വന്ന് നിന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇതാവും. നമ്മളിത് ഇങ്ങനെ കണ്ടു നിൽക്കായിരുന്നു ഇവരുടെയൊക്കെ ഈ പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ നടരാജേട്ടൻ പറഞ്ഞു കൊടുക്കുന്നു, അവർ അതിന്റെ അപ്പുറത്തേക്കാണ് അവരുടെ ബാക്കിയുള്ള പെർഫോമൻസും ഇതൊക്കെ. വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളിതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. ആദ്യത്തെ സിനിമയാണെങ്കിലും രണ്ടാമത്തെ സിനിമയാണെങ്കിലും അതിലെ സബ്ജക്റ്റ് കൊണ്ടുള്ള ഒരു ചലഞ്ചിങ് ആണെങ്കിലും കാസ്റ്റിംഗ് കൊണ്ടുള്ള ഒരു ചലഞ്ചിങ് ആണെങ്കിലും അത്
കുറെ കൂടിയ അളവിൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ആ തമിഴ് പശ്ചാത്തലത്തിലുള്ള വെയിൽ എന്നുള്ള സിനിമയാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. സാധാരണ നമ്മൾ മലയാളികൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു തമിഴ് ക്യാരക്ടർ വരുമ്പോൾ അതിന് കുറെ കൂടി കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും അതിന്റെ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ. പക്ഷേ ഇത് ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് ജനിച്ച് വളർന്ന അവിടുത്തെ ഡ്രാമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെ ഒരു പശ്ചാത്തലത്തിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഒരു തരത്തിലുള്ള കൃത്രിമത്വം അവരുടെ സംഭാഷണത്തിലോ അവരുടെ ഒരു ആക്ടിങ് സ്റ്റൈലിലോ നമുക്ക് അനുഭവപ്പെടില്ല. അങ്ങനെ ഒരു കാസ്റ്റിംഗ് അത് എവിടെ നിന്നൊക്കെയാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്? വെയിലിന്റെ കാസ്റ്റിങ്ങിന് സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നു പൊള്ളാച്ചി എവിടെയൊക്കെയാണ് അവിടുത്തെ ഇതേപോലെ സ്കൂൾ ഓഫ് ഡ്രാമയിലത്തെ കുട്ടികളൊരു ഫിലിം ഷോർട്ട് ഫിലിം എന്തോ ഒരു ഫിലിം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഷൂട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ബുക്കടക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടറിനെ കിട്ടും, അല്ലെങ്കിൽ അവരോട് ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഈ ഏജിലുള്ള ഇങ്ങനത്തെ ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമാണ് കാർത്തിക് അയ്യപ്പൻ എന്നാണ് പേര്, കാർത്തിയിലേക്ക് എത്തിയത്. ചെന്നൈ തന്നെയാണ് അവൻ. ഇതേപോലെ അവിടെ സ്കൂൾ ഓഫ് ഡ്രാമ അല്ലെങ്കിൽ ആ തിയേറ്റർ ഡ്രാമ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെയാണ് അവനിലേക്ക് എത്തിയത്. അവനിലേക്ക് എത്തിയപ്പോഴും ഈ പറഞ്ഞ പോലെ വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ്റെ കിട്ടുന്ന ഫോട്ടോസ് തന്നെ ആ ടൈപ്പിലായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിൽ ആ ക്യാരക്ടർ ഓക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് അതിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ ഇവരുടെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഒരു അഡ്വൈസ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിലുണ്ട് കുറച്ച് ഇതായിട്ട്. പുള്ളി ടെലഫോൺ രാജ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുത്തെ ഒരു നമ്മുടെ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ രജനിയുടെ കൂടെ കമലഹാസൻ്റെ കൂടെ അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാരീസൻ വന്നുല്ലോ, ഫഹദ് വടിവേലു, ആ ഫിലിമിൽ പോലും ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് ടെലിഫോൺ രാജ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിലേക്ക് എത്തിയതും അതെ. അദ്ദേഹമാണ് രാത്രി ഇവര് കിടന്നുറങ്ങുന്ന സമയത്ത് മലയാളികളെ പറ്റി കുറച്ച് കുറ്റൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല, എല്ലായിടത്തും എല്ലാവരും പുള്ളി അവിടുത്തെ ചെന്നൈയിലെ ടോപ്പ് സ്റ്റാർസിൽ ഒരാളാണ്. അവിടുത്തെ സെന്തിൽ കൗണ്ടമണി അവരുടെയൊക്കെ കൂടെ ആ ടൈം മുതലേ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ഇവിടുത്തെ നമ്മുടെ ഇപ്പോൾ ഒരു മെയിൻ ലീഡ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ആർട്ടിസ്റ്റുകൾ, അതായത് അവിടെ അദ്ദേഹത്തിന് ഓഫീസൊക്കെ ഉണ്ട് ചെന്നൈയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ മലയാള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ അതൊക്കെ ഇങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഓക്കെയാണ്. പ്രത്യേകിച്ച് അതിലൊന്നും ഒരു ഇതും ഒന്നും വേണ്ടി വന്നിട്ടില്ല. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം വളരെ ഗംഭീരമായി. അതൊക്കെ നമ്മുടെ റഷീദ് ഏട്ടൻ്റെയും കൂടെ, റഷീദ് മാട്ടായി അതിൻ്റെ ഡയറക്ടർ റഷീദ് ഏട്ടനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്ത് വേണം, എങ്ങനെ വേണം, അതിനെയാണ് ഒരു സംവിധായകന് വേണ്ടത്. തീർച്ചയായും. അത് വ്യക്തമായിട്ട് ആ ഇതിൽ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ആ വീടൊക്കെ സെറ്റ് ചെയ്തിരുന്ന ഒരൊറ്റ പറമ്പ് തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് മസ്റ്റായിട്ട് അവിടെ ഒരു വേലി വേണം, നമുക്ക് വേലിയുള്ള എവിടെയെങ്കിലും പോയിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം ഈ കുഴി കുത്തുന്നതിൻ്റെ അടുത്ത് തന്നെ വേലിയും വേണം, അവിടേക്ക് തന്നെ കുട്ടിയും വരണം. അപ്പൊ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അതെ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ വേലി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതുകളായിരുന്നു വെയിലുണ്ടായിരുന്നത്. പിന്നെ ആ സ്പേസിനായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ആൾക്കാർ ചേരി പോലെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം കിട്ടുന്നില്ല. അത് നമ്മൾ കോളനി പോലെ. അത് നമ്മൾ കുറേ ഇതേപോലെ അന്വേഷിച്ചിട്ട് പിന്നെ പട്ടാമ്പി തന്നെ അവിടെ ആക്ച്വലി അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. അവിടെ ചെന്ന് നമ്മൾ പെർമിഷനൊക്കെ എടുത്ത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ അവരും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരേനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അതെടുത്തത്. ആ സിനിമയിലെ ഈ തമിഴിനായിട്ടുള്ള പ്രധാന കഥാപാത്രത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിലും വളരെ ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അധികം സിനിമകൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഒപ്പമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചവരെ നമ്മൾ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അവര് ഡയലോഗുകളൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നത്, ചില നോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ നോട്ടങ്ങളിലൂടെ അവര് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവര് ആ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇയാള് അവരെ ഉപദ്രവിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും അവരുടെ ഒരു നിസ്സഹായാവസ്ഥ, അവരുടെ അമർഷം, ഇതെല്ലാം അവരുടെ കണ്ണുകളിലാണെങ്കിലും അവരുടെ മുഖത്താണെങ്കിലും പ്രതിഫലിക്കുന്നുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു കാസ്റ്റിങ്ങും അതുപോലെ ഈ സബ്ജക്റ്റിലേക്ക് അവർ എത്തിക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി അത് നമ്മുടെ ഒറ്റപ്പാലം RTO ആണ് സാറ്. അപ്പൊ അത് ആ കഥാപാത്രം അഭിനയിപ്പിച്ച് ആള് കുറെ സിനിമകളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ തോന്നുന്നു. അതെ, ആള് എക്സ്പീരിയൻസ്ഡ് തന്നെയാണ്. ആള് നമ്മുടെ ഓപ്പറേഷൻ ജാവയിലുണ്ട്, അങ്ങനെ ഒരുപാട് ഫിലിംസിലുണ്ട്. അബുക്ക കാസ്റ്റിംഗ്, അബുക്കായിട്ട് ഭയങ്കര കണക്ഷനുള്ള നമുക്കൊക്കെ RTO എന്നൊക്കെ പറഞ്ഞുള്ള. പക്ഷെ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ചില്ലായിട്ടായിരുന്നു നമ്മളോടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ യാതൊരു വകയുള്ള ഇതും ഉണ്ടായിരുന്നില്ല. ആ ക്യാരക്ടർ ചെയ്തത്, മെയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മണിയണ്ടൻ പറയുന്നത്. അതെ, അദ്ദേഹം RTO ആണ്. RTO. പിന്നെ മറ്റേത് മിനി വൈഫായിട്ട് ചെയ്തിരിക്കുന്നത്. ഉണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. അവരും ഈ പറഞ്ഞ പോലെ ഈ അവർക്കും ക്യാരക്ടർ പറഞ്ഞപ്പോൾ പെട്ടെന്ന്
പിടുത്തം കിട്ടി. ഇപ്പോൾ ജിമിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഡയലോഗ്സോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി നമുക്ക് ആ സട്ടിലായിട്ടുള്ള ഇമോഷൻസിലൂടെ തന്നെ അതെല്ലാം കൺവേ ചെയ്യണം. അപ്പോൾ പിന്നെ അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചാണല്ലോ, അതവർക്ക് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ അവർ ഓക്കെ ചെയ്യാം, അവരതിൽ ഓക്കെ ആയിരുന്നു. നമ്മുടെ 4 സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ളൊരു കഥാഗതി ഉള്ളത് റൂഹിൻ്റെതാണ്. റൂഹ് നമ്മുടെ കണ്ണ് ഒന്ന് നനയിക്കാതെ നമുക്കത് കണ്ടു തീർക്കാനാവില്ല. അപ്പോൾ അതിലെ നായക കഥാപാത്രം അവതരിപ്പിച്ച ഭാസ്കർ അരവിന്ദ് നമ്മുടെ സുഹൃത്താണ്. ഭാസ്കറിന്റെ പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ ഞാൻ ഭാസ്കറിനോട് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, വളരെ വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ്, അതിന്റെ കൊറിയോഗ്രാഫിൽ ഇത് വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. ഭാസ്കറിന്റെ പ്രത്യേകമായിട്ടുള്ള ചില ചിരികളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കത ആ ഫേസിലുള്ളത് കൊണ്ട് അത് ഈ ക്യാരക്ടറിന് അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഇമോഷണൽ സീനുകളുണ്ട്. പിന്നെ ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബു വളയംകുളം എന്ന് പറഞ്ഞ ആ വലിയ ആർട്ടിസ്റ്റിനെ, അദ്ദേഹമാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറും. പക്ഷെ അദ്ദേഹത്തിന് തന്നെ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാനായിട്ട് കിട്ടി എന്നുള്ളതാണ്. കാരണം വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ആ ഒരു അലിവ് നമുക്ക് പല സീനുകളിലും നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് സീനിൽ അങ്ങനെ ഒരിക്കലും നമ്മുടെ സുഹൃത്തിനോട് പെരുമാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ആ തോന്നൽ കണ്ടു തീരുന്ന പ്രേക്ഷകർക്കും ഉള്ളിലും തോന്നിപ്പിക്കുന്നുണ്ട്. അത് ആ കലാകാരന്റെ, ആർട്ടിസ്റ്റിന്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരൊറ്റ ക്യാരക്ടറിനെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വില്ലനായിട്ടും അതെ ആ ഒരു ഇതും ഉണ്ട്, അതിന്റെ ഒരു അതിര് വളരെ നേർത്തതാണ്. എങ്ങനെ അങ്ങോട്ട് ആക്കാൻ പറ്റുമോ. നമ്മുടെ ഈ സിനിമയുടെ പേരിന് ഏറ്റവും കൂടുതൽ അനർത്ഥമാക്കുന്നത് ആ ഒരു ക്യാരക്ടറാണ്. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നുള്ള ജീവിതത്തിലെ പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്ന പല കഥാപാത്രങ്ങളും ചിലപ്പോൾ നമുക്ക് വില്ലനായിട്ട് തോന്നാം. പക്ഷെ അവരൊന്നും യഥാർത്ഥത്തിൽ വില്ലന്മാരായിരിക്കണം എന്നില്ല. അവരുടെ ജീവിതത്തിലെ അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെ പെരുമാറി പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. റൂഹിലെ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും കാസ്റ്റിങ്ങും എല്ലാം തന്നെ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വളരെ രസകരമായിരുന്നു. അല്ല, അതില് കാസ്റ്റിംഗിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ ഷമീർ എന്ന് പറയുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് ഭാസ്കരേട്ടനല്ലാതെ വേറെ ഒരാളും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ നമ്മൾ ഭാസ്കരേട്ടൻ തന്നെയായിരുന്നു. അതിൽ വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് വേറെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കത് ഉറപ്പായിരുന്നു ഭാസ്കരേട്ടനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, അത് ചെയ്യാൻ കഴിയും. പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ജംഷീർ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ആള് അതിന് വേണ്ടിയിട്ട് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുമുണ്ട്. കുറച്ചൊരു തടി ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കലും അല്ല, അത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതിപ്പോഴും പലവരും ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു. ബട്ട് അതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് തന്നെയാണ്, ശരിക്കും അങ്ങനെ നടന്നിട്ടുള്ളതാണ്. നമുക്ക് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഓരോ ചില കുറ്റബോധങ്ങളായിരിക്കും. അതെ, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് ആ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൗഭാഗ്യങ്ങൾ ഓൺ ദ വേ എന്ന് വേണമെങ്കിൽ പറയാം, അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ മറന്നിട്ടാണ് സ്വന്തം ജീവൻ അവിടെ ഇതാക്കിയത്. അപ്പം അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചു. ബട്ട് അത് നടന്നൊരു ഇത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് വേറൊരു ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് ഭാസ്കരേട്ടൻ തന്നെ ചെയ്താൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പാട്ടുകളാണ്. അപ്പോൾ അതാണെങ്കിലും ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ഇപ്പോൾ സിത്താരയാണെങ്കിലും റാസ ബീഗം അവർ പാടിയിട്ടുണ്ട്. അനുരാധ ശ്രീറാം എന്ന് പറഞ്ഞ വലിയ ഗായിക. അപ്പം അങ്ങനെ ഇതിൻ്റെ സിംഗേഴ്സിൻ്റെ ഒരു പാനൽ ആണെങ്കിലും മ്യൂസിക് ചെയ്ത ബിജിപാൽ സാറിനെ പോലുള്ളൊരു വലിയ ആൾ ഇതിനു വേണ്ടി സംഗീതം ചെയ്യുന്നു. അപ്പോൾ അതിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഏറ്റവും നല്ലത് വേണം, ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളെ നമ്മുടെ സിനിമയോട് ഒപ്പം ചേർക്കണം എന്നുള്ളൊരു നിർബന്ധത്തിൽ നിന്ന് കൂടിയാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്.